സന്തോഷത്തിൽ എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ അന്തേവാസികൾ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അതിനേക്കാൾ അപ്പുറത്ത് കുടുംബാംഗങ്ങളായിട്ട് നിങ്ങൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. പഴയ കഥകളൊക്കെ പറഞ്ഞാണ് നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത് എന്ന് എനിക്കറിയാം. എല്ലാ സന്തോഷ വർത്തമാനം പറയുവാനും പരസ്പരം സ്നേഹം പങ്കിടുവാനും നമുക്ക് കിട്ടിയിരിക്കുന്ന സ്നേഹക്കൂട് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. നമ്മുടെ നിഷയെക്കുറിച്ച് ഒരു വാക്ക് പറയാതിരിക്കുന്നത് ശരിയല്ല. സ്നേഹക്കൂട് ആരംഭിച്ച ആദ്യ ഘട്ടത്തിൽ അതിന് തുടക്കത്തിൽ തന്നെ അതുമായി ബന്ധപ്പെടുന്നതിന് എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. വിജയപുരം പഞ്ചായത്തിൽ ആ ചെറിയ തോതിൽ ആരംഭിച്ച് പിന്നീട് പട്ടണത്തിൻ്റെ പല പ്രദേശങ്ങളിലായി സ്നേഹക്കൂട് വ്യാപരിച്ച് 8 വർഷക്കാലത്തോളമായി ഈ പ്രദേശത്തെ അശരണരായ ആളുകൾക്ക് ഒരു ആലയമാക്കി ഇതിനെ മാറ്റിയെടുത്ത നിഷയെ ഞാനിവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകളെയും പേരിൽ അഭിനന്ദിക്കുക. നിഷയ്ക്ക് ചെറിയ അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ പോയിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മുടെ പാണമ്പടി പള്ളിയിൽ ഒരു അവാർഡ് കൊടുക്കുന്ന അവാർഡ് ദാന ചടങ്ങുണ്ടായിരുന്നു. ഞാനവിടെ പോയിരുന്നു. ആളുകളുടെയൊക്കെ നിഗമനങ്ങളും അവരുടെ അഭിപ്രായ പ്രകടനങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ഞാൻ കേൾക്കുകയുണ്ടായി. നമ്മുടെ നാട്ടിൽ, നമ്മളുടെ ഈ ലോകത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലെ ഒരു ആലയം ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള സത്യം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യം വരുമ്പോൾ അവിടെ നിന്ന് ഒരുമിക്കുന്നതിന് വേണ്ടിയുള്ള ഒരാലയം എന്നുള്ള നിലയിലാണ് നമ്മൾ സ്നേഹക്കൂടിനെ കാണുന്നത് എന്നെനിക്കറിയാം. ഞാനിവർക്ക് എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരുകയാണ്. ഇവിടെ വന്നാൽ സന്തോഷം മാത്രമേ പങ്കുവെക്കാനുള്ളൂ. ഇവിടെ സ്വത്തും സമ്പത്തും അല്ല പങ്കുവെക്കുന്നത്. ഇവിടെ വന്നാൽ സ്നേഹമാണ് പങ്കുവെക്കുന്നത്. അവ എല്ലാവരുടെയും കൂടി ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിൽ സ്നേഹക്കൂടിൻ്റെ പ്രവർത്തനം വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നു. ഞാൻ ഭാവുകങ്ങൾ നേരുകയാണ്. ഒരു വാക്കുകൂടി ഞാൻ പറയാം. സ്നേഹക്കൂടിന് വേണ്ടി എന്ത് ചെയ്യണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടാൽ ഏത് രൂപത്തിലും പൂർണ്ണ തൃപ്തിയോടുകൂടി ഞാനും ഇതിനോടൊപ്പം ഉണ്ടാകും എന്ന് ഉറപ്പിക്കുകയാണ്. ആദ്യം തന്നെ എന്നെ ഇവിടെ വിളിക്കുകയും ക്ഷണിക്കുകയും നിങ്ങളുടെ എല്ലാ സ്നേഹവും ആദരവും എല്ലാം ഏറ്റുവാങ്ങാനായിട്ടുള്ള ഒരു ഭാഗ്യം ലഭിച്ചത് വലിയ സന്തോഷം പ്രകടിപ്പിക്കട്ടെ. എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്നെ നിഷ ആദരിച്ചു എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ സന്തോഷം. എന്റെ കുഞ്ഞനുജത്തി എന്നെ ഒരു ചേച്ചിയെ ആദരിക്കുക എന്നുള്ള വലിയ സന്തോഷമല്ലേ? അതൊരു വലിയ സന്തോഷമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണെങ്കിലും അതുപോലെ തന്നെ എന്നെ ഞാൻ വരുന്നു എന്ന് നിഷ FB-യിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്നെ കാണാനായിട്ട് എൻ്റെ ഒരു അമ്മ ലക്ഷ്മി അമ്മയും ജോമോളും കൂടി കടന്നു വരുന്നത് നിങ്ങളോടൊപ്പം, നിങ്ങളെയൊക്കെ കാണാനും കൂടിയാണ് അവർ കടന്നു തന്നെ. കാരണം അവരൊക്കെ ലക്ഷ്മിയപ്പ എപ്പോഴും കാണുന്നതാണ് നിങ്ങളെയൊക്കെ ഫേസ്ബുക്കിലൂടെ. അപ്പൊ അവരെ കാണാനായിട്ട് കടന്നു വന്നു. അപ്പൊ എല്ലാ അച്ഛനമ്മമാർക്കും സന്തോഷമാണോ? ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഞാൻ വിതുമ്പലോടുകൂടി മാത്രമേ എനിക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇത്രമാത്രം സ്നേഹത്തോടുകൂടി ഒരു കൂടൊരുക്കുകയാണ് നിഷയും സഹപ്രവർത്തകരും ചെയ്തിരിക്കുന്നത്. ചെറിയൊരു കാര്യമല്ല. എത്രയോ അമ്മമാരിലേക്ക്, എത്രയോ അച്ഛന്മാരിലേക്ക് ആ സ്നേഹം പകർന്നു. അപ്പൊ ഈ സ്നേഹക്കൂട് ഒരു വലിയ പ്രസ്ഥാനമായിട്ട് കടന്നു പോവുകയാണ്. നമുക്കൊക്കെ ഇത്തരത്തിലുള്ള നിരവധി സ്ഥാപനങ്ങൾ അറിയാം. പക്ഷെ അവിടെയൊന്നും കാണാത്ത തരത്തിൽ സന്തോഷം, ഒരാളിലേക്ക് സന്തോഷം പകരുന്നു, ആ സന്തോഷം 10 മടങ്ങായി മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു. അപ്പൊ ആ നല്ല പ്രവൃത്തിയെ ഞാൻ
ആദ്യം തന്നെ അഭിനന്ദിക്കുന്നു. ഒപ്പം ഇന്ന് ഈ ഒരു പുരസ്കാരത്തിന് എന്നെ തിരഞ്ഞെടുത്തതിനുള്ള സന്തോഷം ഞാൻ പങ്കുവയ്ക്കുകയാണ്. എനിക്ക് തികച്ചും വ്യത്യസ്തമായി കാണാൻ പല കുബേരന്മാരുടെ വീട്ടിലും കുരേരന്മാരുടെ വീട്ടിലും ഞാൻ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ കാണാത്തൊരു സന്തോഷമാണ് ഇവിടുത്തെ അച്ഛനമ്മമാരും പുറത്ത് കാണുന്നത്. അപ്പം അതിനൊരു കാര്യം മനസ്സിലായി, ചേച്ചി ഇവരോട് എങ്ങനെയാണ് പെരുമാറുന്നത്.